ഹായ് ഹലോ. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഒന്ന് വടകരയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആഴ്ച അവക്കൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അവർക്ക് ഇടാൻ ഡ്രസ്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടാളും കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പൊ വന്നിട്ടുള്ളത് എവിടെയല്ല, നമ്മുടെ സ്വന്തം പ്രകൃതി ട്രെൻഡി വേസിലാണ്. അത് പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അങ്ങോട്ടാണല്ലോ പോണ്ടത്. പിന്നുണ്ടല്ലോ, ഇത് നമ്മുടെ പ്രകൃതി ട്രെൻഡി വേസിന്റെ രണ്ടാമത്തെ ഷോപ്പാണ് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു റെഡ് മഴ ആയിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവള് നേരെ കയറി അവക്ക് എടുക്കാനുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ തുടങ്ങി. ആദ്യത്തെ ഷോപ്പിനെക്കാളും നമ്മുടെ ഈ രണ്ടാമത് ഓപ്പൺ ചെയ്ത ഷോപ്പ് കുറച്ചും കൂടെ വലുതും നല്ല സൗകര്യം ഉള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. റെഡ് ഫ്രോക്ക് ഉണ്ടോ, ടീഷർട്ട് ഉണ്ടോ, ബോട്ടം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഏകദേശം എല്ലാം അവിടെ നിന്ന് സെയിലായി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. അവളാണെങ്കിൽ ഓരോ ഡ്രസ്സായിട്ട് ഇട്ട് നോക്കാൻ തുടങ്ങി. പിന്നെ ഒരു കല്യാണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വിജിലിമ്പിച്ച് നിൽക്കണല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതാ ഈ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം ഭംഗി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അവക്ക് ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വിട്ടു നോക്കേണ്ട കാര്യമൊന്നും വന്നില്ല. ഒരു 2-3 ഡ്രസ്സ് ഇട്ട് നോക്കിയതിനു ശേഷം ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഇതൊരു കോഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ബോട്ടവും ഇതേ സെയിം പാറ്റേണിലാണ് കേട്ടോ വരുന്നത്. അന്നത് നല്ല അളിഞ്ഞ കോലത്തിലായതുകൊണ്ട് തന്നെ അവള് പറഞ്ഞു എന്റെ മുഖം മാത്രം എടുക്കേണ്ട ഡ്രസ്സ് മാത്രം എടുത്താൽ മതി എന്ന്. അപ്പൊ ഇട്ടിട്ട് ഇങ്ങനെയാണുള്ളത്. ഒന്ന് ഓൾട്ടർ ഒക്കെ ചെയ്ത് വരുമ്പോൾ അടിപൊളിയാവും. ചേച്ചി അനിയത്തിയും കൂടെ നല്ലൊരു അടിപൊളി ഡ്രസ്സ് ഇട്ട് സയാമീസ് ഇരട്ടകളെ പോലെ ഇരിക്കുകയാണ്. റെഡ് കളർ നമുക്കൊരു വീക്ക്നെസ് ആണെങ്കിൽ കൂടിയും ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുപോലത്തെ കുറെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം സെയിലായി പോയെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ ഈ ഷോപ്പിന്റെ ഇനാഗുറേഷൻ സമയത്ത് എനിക്ക് എന്തോ ഒരു തലവേദന ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് തോന്നുന്നു വരാൻ പറ്റാണ്ടിരുന്നത്. എനിക്ക് എന്തായാലും ഇപ്പോഴാണ് അതിനുള്ള സമയം ഒത്തു വന്നത്. പിന്നെ അവളാണെങ്കിൽ കൊച്ചിനെ ഉറക്കി കിടത്തിയിട്ട് വന്നോണ്ട് തന്നെ അധികം നിന്ന് തിരിയാനുള്ള സമയമില്ല. നമുക്ക് ഇനി ഈ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ കൂടെ കൊടുക്കണം. ഷോപ്പ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലെ സപ്ലൈകോന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ആർക്ക് വരാൻ ഒരു കഷ്ടപ്പാടില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ 2-3 ചുരിദാർ ഉണ്ടായിരുന്നു അവർക്ക് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പൊ ഇന്ന് നമ്മുടെ സർഗാലയിൽ ക്രാഫ്റ്റ് ഫെസ്റ്റിവലിന്റെ ഇനാഗുറേഷൻ ആണ്. അപ്പൊ വൈകുന്നേരം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ.